ഹലോ, വെൽക്കം ടു നൈസി ഫാമിലി വ്ളോഗ്. ഒന്ന് നാട്ടിൽ പോയി വന്നാലോ? അതെ, ഇന്നത്തെ വിശേഷം അത് തന്നെയാണ്. പെട്ടെന്നായിരുന്നു സോനുക്ക് ലീവ് അപ്രൂവ് ആയതും കയ്യിൽ കിട്ടിയതും കണ്ണിൽ കണ്ടതുമായ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി നമ്മൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. നാട്ടിലെത്തിയ പാടെ കോഴികളെ പോലെ ഞാനും വിക്കിയും പറമ്പിൽ തന്നെ ആയിരുന്നു. ജൂലൈ മാസത്തെ മണലാരങ്ങളിലെ ചൂടിൽ നിന്നും നാട്ടിലെത്തിയപ്പോഴുള്ള തണുപ്പും ഈ പച്ചപ്പും കണ്ടപ്പോഴുള്ള നമ്മുടെ ആവേശമായിരുന്നു ഈ കാണുന്നതൊക്കെ. എന്തൊക്കെ ഇവിടെ മാറ്റം വന്നു എന്ന് കാണാൻ പിന്നെ പൊതുവഴികളിലൂടെ ഇറങ്ങി നടക്കലായി. കുറേ പുതിയ പുതിയ വീടുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും മോഡലും ഒക്കെ ഒന്ന് നോക്കി വച്ചു. ഞങ്ങൾക്ക് ഇത്തവണത്തെ വരവിനൊരു ലക്ഷ്യമുണ്ട്. അത് നിറവേറുമോ ഇല്ലയോ എന്ന് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, അത് തന്നെ, ഞങ്ങൾക്കും ഒരു വീട് വെച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പണ്ടൊന്നും ഒരു വഴിയിലൂടെ നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും നോക്കാതെ ഞാൻ ഇപ്പം ഇങ്ങനെ ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ വായി നോക്കൽ തന്നെയാണ്. വീടായാലും തൊടിയായാലും പറമ്പായാലും. ഞങ്ങൾക്ക് മനസ്സിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യാൻ അത് നോക്കി വെക്കുകയൊക്കെ ചെയ്യില്ലാത്ത. ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന കുറേ ഐഡിയാസൊക്കെ അവിടെ നോട്ട് ചെയ്ത് വയ്ക്കും. നടത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ആലപ്പുഴയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവിടുത്തെ വീടിൻ്റെ സൺഷെയ്ഡൊക്കെ ചെരിച്ചാണ് വാർത്തിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ അവിടെ നോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് ആൻഡ് ഫാമിലി ഇവിടെ വന്നതാണ്. അവർ ട്രിവാൻഡ്രമാണ് താമസം. സത്യം പറഞ്ഞാൽ ഈ കേശുക്കുട്ടന് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇവനെ കാണുന്നത്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ എല്ലാവരും ട്രിവാൻഡ്രം പോയതാണ്. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. ഞാൻ ഓർക്കുവാണ്, നമ്മുടെ പണ്ടൊക്കെ എന്തെങ്കിലും ഒക്കേഷനെങ്കിലും ബന്ധുക്കളെല്ലാവരും ഒത്തുചേരുമായിരുന്നു. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ UK-യിലുമാണ്, ഇപ്പോഴാണ് നാട്ടിൽ വന്നത്. നമ്മൾ ദുബായിലുമാണ്. എല്ലാവരും അവരവരുടേതായ ജോലി തിരക്കുകളും കാര്യങ്ങളിലും ബിസിയായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ആരെയും കുറ്റം പറയാനും പറ്റില്ല. സമയമില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞമ്മ കൊണ്ടുതന്ന ഗിഫ്റ്റൊക്കെ അവൻ അപ്പം തന്നെ പൊട്ടിച്ച് നോക്കുകയാണ്. ഇത് കണ്ണനും ചിഞ്ചുവാണ്. നാട്ടിൽ വന്നാൽ ഇവരാണ് ഇവൻ്റെ പണ്ട് തൊട്ടേയുള്ള കളിക്കൂട്ടുകാർ. തൊട്ടടുത്ത വീട്ടിലാണ്. ഹസ്ബൻഡിൻ്റെ റിലേഷനായി വരും. VR സയൻസ് എക്സ്പെരിമെൻ്റ് കിറ്റ്, ഇതൊക്കെയാണ് അവൻ്റെ ഗിഫ്റ്റ്. ഇതൊക്കെ കണ്ടതോടുകൂടി മൂപ്പർ ഭയങ്കര ഹാപ്പി. കുഞ്ഞമ്മയോടുള്ള ഇഷ്ടം ഒന്നുകൂടി കൂടി. എല്ലാവരും വന്നതുകൊണ്ട് തന്നെ ലതച്ചേച്ചിയുടെ നേതൃത്വത്തിൽ ഒരു അടിപൊളി ഉച്ചയൂണായിരുന്നു. ലതച്ചേച്ചി മമ്മിയെ നോക്കാൻ വേണ്ടി കുറച്ചുനാൾ വന്നതാണ്. മമ്മിക്ക് വീണ് കാല് പൊട്ടിയിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അനിയൻ്റെ വൈഫ് കസ്തൂരിയും അവരുടെ അച്ഛനും അമ്മയും പിന്നെ മറ്റേത് അനിയത്തിയും. ഈ ബ്ലൂ കളർ നൈറ്റി ഇട്ടിരിക്കുന്നതാണ് ലതച്ചേച്ചി. ഇത് മമ്മി, അതിനപ്പുറമുള്ളത് പപ്പ. ഊണ് കഴിക്കുമ്പോഴുള്ള വർത്തമാനങ്ങളും തമാശകളും ഒക്കെ കഴിഞ്ഞ് അവരിറങ്ങി. ഇന്നത്തെ ദിവസം വിക്കിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചു. നാട്ടിലാവുമ്പോഴും ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബർത്ത്ഡേ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ദുബായിലായിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അല്ലേ, അപ്പോൾ അധികം ഒന്നും ഫൺ ഉണ്ടാവാറില്ല. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന ഇങ്ങനെയുള്ള ഈവൻറ്റ്സൊക്കെ നമ്മൾ അടിപൊളിയാക്കാറുണ്ട്. വേണ്ട ഫോട്ടോ എടുക്കും. അപ്പം വെച്ചു കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ആഘോഷങ്ങൾ മാത്രമായാൽ എന്ത് ലൈഫ് എന്ന തോന്നൽ ഇല്ലാതാക്കാൻ എന്നോണം എൻ്റെ ഒരു വിസ്ഡം ടീത്ത് സർജറിക്ക് വേണ്ടി ഞാൻ പിറ്റത്തെ ദിവസം തുറവൂർ ദന്തൽ ക്ലിനിക്കിൽ പോയി.
നാട്ടിൽ വന്നപ്പോൾ കുറച്ചധികം ദിവസം ലീവ് ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഇത്തവണ പല്ലെടുക്കുമെന്ന് കരുതി ഉറപ്പിച്ച് തന്നെയാണ് വന്നത്. അങ്ങനെ 1 വീക്ക് മുന്നേ ആൻറ്റിബയോട്ടിക് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് പല്ലെടുക്കാൻ വന്ന ദിവസമാണ്. എൻ്റെ പേടിച്ചുള്ള രോദനമൊന്നും നിങ്ങൾ പുറത്തേക്ക് കാണുന്നില്ലെന്നേ ഉള്ളൂ, ഉള്ളിൽ നല്ലതുപോലെയുണ്ട്. അങ്ങനെ എൻ്റെ സമയം വന്നു. സർവ്വദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ഞാൻ സർജറി സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും ലാസ്റ്റിലത്തെ അണപ്പല്ലായതുകൊണ്ട് തന്നെ ഡോക്ടർ നന്നായി കഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ സർജറി കഴിഞ്ഞുള്ള പിറ്റേ ദിവസത്തെ. ഈ വീക്കം 2-3 ദിവസം ഉണ്ടായിരുന്നു. പല്ലെടുത്താൽ ഐസ്ക്രീം മസ്റ്റ് ബിഗിലേ. പല്ലെടുത്തുള്ള ക്ഷീണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ണൂരിലേക്ക് ട്രെയിനിൽ പുറപ്പെട്ടു. ആ മെറൂൺ കളറിൽ ഇരിക്കുന്നതാണ് എൻ്റെ പെട്ടി. ഞാൻ എവിടെ പോകുമ്പോഴും ആ പെട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ കണ്ണൂരിലെത്തിയപാടെ ഞാൻ പോയി നോക്കുന്നത് നമുക്ക് വീടെടുക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു. അതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലം. ചെറുപ്പം തൊട്ടേ ഇവിടെ ജീവിച്ചിട്ടും ഈ സ്ഥലമൊന്നും ഇത്ര വിശദമായി നോക്കുന്നത് ഇപ്പോഴായിരിക്കും എന്ന് വേണം പറയാൻ. ഒന്നും നിരപ്പായ സ്ഥലങ്ങളല്ല. അച്ഛൻ്റെ സ്ഥലങ്ങൾ മൊത്തം ഇതുപോലെ തട്ടുതട്ടായി കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊന്ന് കോലം മാറ്റിയിട്ട് വേണ്ടി വരും കുറ്റിയടിക്കാൻ. എല്ലാം നല്ല ചിലവുള്ള കാര്യമാണ്. പ്രവാസികൾക്ക് കിട്ടുന്ന ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണല്ലോ. ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാതെ അങ്ങനെ നമ്മൾ പിറ്റേന്ന് തന്നെ മൂകാംബിക്കയ്ക്ക് പോകാൻ ഒരുങ്ങി. നല്ല മഴയായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. ഒരു ടെമ്പോ വാൻ ബുക്ക് ചെയ്ത് പുലർച്ചെ പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. റോഡ് കണ്ടാൽ മനസ്സിലാവും, ഒരു വലിയ മഴ പെയ്ത് തോർന്നിരിക്കുകയാണ്. സൈഡിലുള്ള കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി കർണാടക ഒരു ഹോട്ടലിൽ കയറിയതാണിത്. എല്ലാവരും വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തു. കാരണം കർണാടക ഫുഡാണല്ലോ. ചോറ് മേടിച്ചാൽ നല്ല കറികളൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ എത്തി മൂകാംബികയ്ക്ക് അടുത്തുള്ള ഒരു ഹോട്ടൽ റൂം എടുത്ത് അപ്പം തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോയി. മഴയുള്ളത് കാരണം കുട മസ്റ്റായിരുന്നു. ഇവിടെ ഒരു കല്യാണ മണ്ഡപം പോലെ എന്നും പൂക്കൾ അമ്പലം മൊത്തം അലങ്കരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. അങ്ങനെ വലിയ ക്യൂ നിന്ന് ദർശനവും കണ്ട് ഫാമിലി പിക്കുമൊക്കെ എടുത്ത് അവിടുത്തെ പ്രസാദവും കഴിച്ച് റൂമിലേക്ക് തിരിച്ചു. ഇതാണ് നമ്മുടെ ടൂർ ട്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും. എല്ലാവരെയും ഞാൻ ഉൾക്കൊള്ളിച്ച് വീഡിയോ എടുക്കുകയായിരുന്നു. മൂകാംബിക അമ്പലം പിന്നെ ഒരുപാട് വലുതല്ലാത്തത് കൊണ്ടും എല്ലാ സ്ഥലത്ത് പോയിട്ടും നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാനും ദർശനം നേടാനും ഒക്കെ പറ്റി. ഇന്ന് നമ്മുടെ മൂകാംബികയിൽ പോയിട്ടുള്ള കുറച്ച് ഫാമിലി പിക്സ് ഞാനിവിടെ ഉൾപ്പെടുത്തുന്നതാണ്. പിറ്റത്തെ ദിവസം പുലർച്ചെ കുളിച്ച് റെഡിയായി വീണ്ടും അമ്പലത്തിൽ വന്നു. പൂജയ്ക്കും നെയ്വിളക്കിനും ഉള്ളതെല്ലാം കഴിപ്പിച്ചു. മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടി. ഒന്നുകൂടി മണി അടിക്കാൻ പറഞ്ഞു. ഒന്നുകൂടി അടിക്കൂ.
ഇതാണ് ഇവിടുത്തെ വലിയ കൊടിമരം. ഈ കാണുന്നത് ഇവിടുത്തെ സേവാ ലിസ്റ്റ് ചാർട്ടാണ്. ഇത് നോക്കി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ കൂട്ടപൂജകളൊക്കെ കാണുന്നുണ്ട്. ഫാമിലികളൊക്കെ വട്ടം കൂടി ഇരുന്നിട്ട് എന്തോ അവരുടെ സാധ്യത്തിന് വേണ്ടിയോ മറ്റോ അങ്ങനെ ആയിരിക്കണമെന്ന് തോന്നുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്താൻ പോയില്ല. അങ്ങനെ ഇരിക്കെ അമ്പലത്തിന്റെ സ്റ്റേജിന്റെ അടുത്തായി ഒരു രഥം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പണ്ട് മഹാഭാരത യുദ്ധത്തിന്റെ പരമ്പരകളിലൊക്കെ കാണുന്നത് പോലെയുള്ള രഥം. ശരിക്കും ആ സമയത്തൊക്കെ ഉപയോഗിച്ചതായിരിക്കുമെന്ന് തോന്നുന്നു. വളരെ പഴക്കമുണ്ട് ഇതിന്. അങ്ങനെ അന്ന് തന്നെ ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. ടൂർ പോയിട്ട് അമ്പല ദർശനം മാത്രമായതുകൊണ്ട് വിക്കിക്ക് വലിയ ഫണ്ടൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞത് കാരണം നമ്മൾ പിറ്റേ ദിവസം തന്നെ നെസ്റ്റോ മാളിൽ പോയി. അവിടുന്ന് ഡൈനോസർ സിനിമ കണ്ടു. കണ്ണൂർ താഴെ ചൊവ്വയിലുള്ള നെസ്റ്റോ മാളാണ്. ഈ മാള് വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ അവൻ ബീച്ച് കുളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ തോട്ടട ബീച്ച് കൊണ്ടുവന്നതാണ്. ഇവിടെ അധികം സേഫ് ഒന്നുമല്ല, എന്നാൽ ഞങ്ങൾ ഒരു 10 മിനിറ്റ് നേരം അവനെ കളിക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിറ്റത്തെ ദിവസം തന്നെ നമ്മുടെ വീട്ടിലൊരു പൂജയുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്നും വന്ന 2 തിരുമേനിമാരാണ് പൂജ ചെയ്യുന്നത്. ഇങ്ങേര് വളരെ പ്രഗത്ഭനായ ജ്യോതിഷൻ കൂടിയാണ്. നാട്ടിൽ വരുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങേരെ കാണാൻ പോവാറുണ്ട്. അങ്ങനെയുള്ള വിശ്വാസം കൊണ്ടും കണ്ണൂരിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. വീടിനും സ്ഥലത്തിനും ചില ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങേര് പറഞ്ഞിരുന്നു. അത് പൂജയിലൂടെ പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, പൂജ ചെയ്യാമെന്ന് തന്നെ കരുതി. പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അവർ നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ അവർ വരുമ്പോഴേക്കും ഞങ്ങൾ വാങ്ങിച്ച് റെഡിയാക്കി വച്ചിരുന്നു. പുലർച്ചെ എത്തിയ തിരുമേനിമാർ ഒന്ന് ഫ്രഷായി വന്ന പാടും പൂജ തുടങ്ങി. എല്ലാവരും ഭയങ്കര ഭയഭക്തിയിൽ പൂജ നോക്കിയിരിക്കുകയായിരുന്നു. ഫോണിൽ നിന്ന് കണ്ണെടുക്കാത്ത വിക്കി അടക്കം നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങേര് ഭാവിയൊക്കെ പറയുമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പോലും. അതുകൊണ്ടാവണം അങ്ങേരുടെ മുന്നിൽ മാന്യം ചമഞ്ഞിരിക്കുന്നത്. നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പൂജ നടന്നു. പൂജ ചെയ്യുന്ന ആളാണ് മെയിൻ തിരുമേനി, മറ്റേത് അസിസ്റ്റൻറ്റും. ഷെഫ് പോലും തോറ്റുപോകുന്ന വേഗത്തിലാണ് ആ അസിസ്റ്റൻറ്റ് പൂജയ്ക്ക് ആവശ്യമായ ഓരോ ഐറ്റംസും ഉണ്ടാക്കുന്നത്. ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പൂജ കാണുന്നത്. അവരുണ്ടാക്കിയ ഐറ്റംസൊക്കെ പൂജയ്ക്കെടുത്ത് അവരും കഴിച്ച് ബാക്കിയുള്ളത് നമുക്കും തന്നു. മിക്കതും ശർക്കര ചേർത്ത മധുരത്തിൻ്റെ ഐറ്റംസ് തന്നെയാണ് പ്രസാദമായിട്ട് കിട്ടിയത്. ഈ പൂജ കഴിയുമ്പോഴേക്കും ഏകദേശം അവർ ഒരു 10-13 ഐറ്റംസ് എങ്കിലും ഉണ്ടാക്കി കാണും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ലേഡീസൊക്കെ ഭൂലോക പരാജയമാണല്ലോ എന്ന് ഓർത്തുപോയി. പൂജ ആയതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും വച്ചിട്ടില്ല. എന്നാൽ വച്ചാലും ഇത് വേസ്റ്റ് ആവത്തേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത്രയും ഐറ്റംസ് അവർ ഈ സമയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ തിന്ന് തീർക്കണം, എങ്ങനെ തീർക്കും, എങ്ങനെ കയറ്റും എന്ന് ആലോചിച്ച് ഉള്ള ടെൻഷനായിരുന്നു. എല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും മത്ത് കെട്ടി അങ്ങനെ അവിടെ ഇരുന്നു പോയി. അങ്ങനെ ഉച്ച വിശ്രമം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ പ്ലാൻ പൂജ വീടിൻ്റെ അകത്ത് ചെയ്യാനായിരുന്നു. അങ്ങനെ അതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് ശരിയാക്കി വന്നു. പിന്നെ അകത്തായി പൂജ. महापूज्याय नमः ओम महापादनाशिन्ये नमः महामायाय नमः महासत्त्वे नमः महाशक्ते नमः महारक्ते नमः महाभोगाय नमः महेश्वर्याय नमः महावीराय नमः महाबलाय नमः महाबुद्धे नमः महासिद्धे नमः महायोगी. ആ കളം വരയ്ക്കലൊക്കെ ഉച്ചവിശ്രമത്തിൻ്റെ സമയം ആ അസിസ്റ്റൻ്റ് ചെയ്തു വച്ചിരുന്നു. കുക്കിംഗ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പണി ഇതായിരുന്നു. എല്ലാം നല്ല രസത്തിലാണ് വരച്ചിരിക്കുന്നത്. ഈ ദിവസം മൊത്തം നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെ പൂജ കണ്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതിയായിരുന്നു. ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതും ഒരു സുഖമാണല്ലോ. അങ്ങനെ കിട്ടാതെ കിട്ടുന്ന എല്ലാ ഈവൻസും അങ്ങ് എൻജോയ് ചെയ്തു. ഇപ്പോൾ 2 പേരും ചേർന്നായി പൂജ. എല്ലാം ഇന്നുകൊണ്ട് തീർക്കാൻ വേണ്ടി 2 ആളും കൂടി മുട്ടലും കൊട്ടലും ജപവും ഒക്കെ സ്പീഡിലാക്കി.
ഇവർക്ക് ഇന്ന് രാത്രി തന്നെ ബുക്ക് ചെയ്ത ബസ്സിന് പോവേണ്ടതാണ്. അതുകൊണ്ട് എല്ലാം ഒന്ന് സ്പീഡിലാക്കുന്നുണ്ട്. ഭാഗ്യത്തിന് അന്നത്തെ ദിവസം ഒരു തടസ്സവും ഉണ്ടായില്ല. മഴ പോലും ഇല്ലായിരുന്നു. അങ്ങനെ പൂജ ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. പൂജ ചെയ്യുമ്പോൾ കുറേ പിണ്ടം വച്ചതെല്ലാം എടുത്ത് മുറ്റത്ത് കൊണ്ടുപോയി. പിന്നെ പച്ചക്കറി കൊണ്ടുള്ള കുരുതിയായിരുന്നു. ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി കുമ്പളങ്ങയുടെ മുകളിൽ ഒഴിച്ച് എല്ലാത്തിലും വിളക്കും വച്ച് എന്തൊക്കെയോ ചെയ്തു. ഇനി ഇതൊക്കെ നാളെ എടുത്ത് മണ്ണിൽ കുഴിച്ചിടാനുള്ളതാണ്. എല്ലാ ചടങ്ങും കഴിയുമ്പോഴേക്കും രാത്രിയായ ശേഷം സോനു അവരെ ബസ് കയറ്റിവിട്ടു. പിറ്റത്തെ ദിവസം സോനുവും തിരിച്ചുപോയി. സോനുവിന് കുറച്ച് ദിവസം മാത്രമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോയിട്ട് വേറെ അത്യാവശ്യം ഒന്നും നമുക്കില്ലാത്തത് കാരണം മോന് വെക്കേഷൻ ആയതുകൊണ്ടും നമ്മൾ കുറച്ചുകൂടെ നിന്നു. പിറ്റേ ദിവസം കണ്ണൂർ ഓണം ഫെയർ കാണാൻ വന്നതാണിത്. ഞാനും അമ്മയും വിക്കിയും മാത്രം. ഇത്തവണ ഇവിടെ വെറൈറ്റിയായി കണ്ടത് നയാഗ്ര വാട്ടർഫാൾ ആയിരുന്നു. ഒക്കെ ആർട്ടിഫിഷ്യലായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഉള്ളിലോട്ടേക്ക് വരുമ്പോൾ ഒരു ജംഗിൾ ഫീലായിരുന്നു. ഒരു ജംഗിൾ ഫീൽ വരുത്താൻ വേണ്ടി കുറേ ചെടികളും മരങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പയ്യൻ പാമ്പിനെ പിടിച്ചു നിൽക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അതിനെ കഴുത്തിലിട്ട് പിക്സൊക്കെ എടുക്കാം. പൈസ കൊടുത്താൽ മതി. വെറുതെ വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് കഴുത്തിലിടണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആ സാഹസത്തിൽ നിന്ന് മുതിർന്നില്ല. പിന്നെ യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന പ്രത്യേക ഇനം ഓന്തുണ്ടായിരുന്നു. കാമിലിയോൺസ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. പിന്നെ വ്യത്യസ്ത ഇനം ബേർഡ്സിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുക്കാം. ശേഷം ചെന്നെത്തുന്നത് ചെറിയ ചെറിയ ചൈനീസ് കടകളുടെ അടുത്താണ്. എല്ലാ സാധനങ്ങളും ചെറിയ വിലയിൽ വിറ്റഴിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റി. ഇവിടെ നിന്നൊരു കരിമ്പിൻ ജ്യൂസും കുടിച്ചു. പിന്നെ കുറിക്കാനായി കുറച്ച് പലതരം കടലകളും വാങ്ങി. ശേഷം നമ്മൾ എത്തിച്ചേരുന്നത് കുറേ റൈഡ്സൊക്കെയുള്ള സ്ഥലത്താണ്. 2-3 റൈഡ്സിലൊക്കെ കയറി. അങ്ങനെ ഏകദേശം എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ പുറത്തിറങ്ങി. കണ്ണുകളിൽ വിസ്മയം, കരളിൽ കൗതുകം. അതെ, മരണക്കിണർ സർക്കസിന്റെ വേഗം വേഗം ടിക്കറ്റ് മാസ്റ്റർ, വേഗം വേഗം ടിക്കറ്റ് നൽകൂ. കണ്ടാലും മതിവരാത്ത അഭ്യാസ പ്രകടനങ്ങൾ. ഇത് പ്രദർശനം. ശേഷം നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി രാജ് കച്ചോരി, വട, ചട്നി, മൈസൂർ മസാല ദോശ എല്ലാം കഴിച്ചു. പിന്നൊരു ദിവസം നമ്മൾ ബുക്ക് ചെയ്ത് വന്നതാണ് സ്വസ്തി ആയുർവേദയിൽ. അന്ന് കർക്കിടക മാസമായതുകൊണ്ടും ഡെലിവറി കഴിഞ്ഞുള്ള പെൺകുട്ടികൾ ഈ മാസത്തിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ടും അമ്മ എന്നെ നിർബന്ധിച്ച് ബുക്ക് ചെയ്ത് കൊണ്ടുവന്നതാണിവിടെ. കണ്ണൂർ തോട്ടടയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈവനിംഗ് ആണ് നമുക്ക് ബുക്ക് ചെയ്തിട്ട് ടൈം കിട്ടിയത്. ഇവിടെയുള്ള ഓരോ പാക്കേജും ട്രീറ്റ്മെൻറ്റും എല്ലാം ഇവിടെ ബോർഡിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടറിനെ കണ്ട് നമുക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്തു. വെയിറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു നോക്കി. പലതരം ചെടികളൊക്കെ കാണുന്നുണ്ട്. അധികം ആയുർവേദ ചെടികളൊക്കെയാണ്.
പക്ഷികൾക്കായി ഒരുക്കിയ ഒരു വലിയ കൂട് കാണുന്നുണ്ട് ഇവിടെ. എന്നാൽ അധികം പക്ഷികളൊന്നും ഇതിലില്ലതാനും. പിന്നെ കുറച്ച് ഊഞ്ഞാലാടി അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും അവരെന്നെ ട്രീറ്റ്മെൻറ്റിനായി വിളിച്ചു. ഒരു തളികയിൽ നിറച്ച വെള്ളത്തിൽ എന്നോട് കാൽ മുക്കി വയ്ക്കാൻ പറഞ്ഞു. ഒരു ലൈറ്റ് പെഡിക്യൂർ കിട്ടി. ഒഴിച്ചിൽ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നു. ഒരുപാട് മുറികളുള്ള ഒരു വീടാണിത് ഇങ്ങനെ ആയുർവേദ സെൻ്ററാക്കി മാറ്റിയിരിക്കുന്നത്. ഇതാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റിനായി സജ്ജീകരിച്ച റൂം. ഇവിടെ എന്നെ കൊണ്ടുപോയി അവർ പറയുന്ന ഡ്രസ്സ് ഞാൻ ഇട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായി തിരിച്ചു വന്ന ലുക്കാണിത്. അങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുത്ത് ഞാൻ കുറച്ച് മിനുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ വേണ്ടാത്തത് ഒഴിഞ്ഞു പോയ ഒരു സുഖം കിട്ടിയിരുന്നു. സത്യം പറഞ്ഞു, 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒഴിച്ചലായിരുന്നു. അതും കഴിഞ്ഞ് സ്റ്റീം ബാത്തും കഴിഞ്ഞ് ചൂടുവെള്ളത്തിലുള്ള കൊടിയും കഴിഞ്ഞാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഇതാണ് എന്നെ നിർത്തിപ്പൊരിച്ച ആ സ്റ്റീമർ. പിന്നീട് ഒരു ചുക്ക് കാപ്പിയും കുടിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ലൊരു ഉന്മേഷവും സുഖവും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം വിക്കിയും എൻ്റെ അച്ഛനും എന്നെ കൂട്ടാൻ വന്നു. നമ്മൾ താഴെ ചൊവ്വയിലുള്ള നെസ്റ്റോ മാളിൽ പോയി. എനിക്ക് വേണ്ടി ഇത്രയും മണിക്കൂർ അക്ഷമരായി നിന്നത് കാരണം ഞാൻ അച്ഛനോടും അമ്മയോടും മസാജ് ചെയറിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർക്കും നല്ല റിലാക്സേഷൻ കിട്ടി. ആദ്യമായിട്ടായതുകൊണ്ട് അവരത് എൻജോയ് ചെയ്തു. പേരക്കുട്ടികൾക്ക് മുതലെടുക്കാൻ പറ്റുന്ന ഇരകളാണ് ഗ്രാൻഡ് പാരൻസ്. മാത്രമല്ല അബ്രോഡുള്ള പേരക്കുട്ടികളാണെങ്കിൽ കട്ടയ്ക്ക് അവരെ മുതലെടുത്തോളും. കുറച്ച് ദിവസമല്ലേ നാട്ടിലുള്ളൂ എന്ന് കരുതി അച്ചാച്ചനും അമ്മൂമ്മയും അപ്പൂപ്പനും അച്ചമ്മയും ഒക്കെ അവരുടെ ഇഷ്ടത്തിന് നിന്നോളും. അല്ലെങ്കിൽ വിക്കിയുടെ വക ഒരു ഭീഷണി ഉണ്ടാവും, ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള ഭീഷണിയുടെ ഭാഗമായി ഓൻ അച്ചാച്ചനെയും കൊണ്ട് നീന്താൻ വേണ്ടി കുളത്തിൽ വന്നിരിക്കുകയാണ്. ഇത് കാപ്പാട് എന്ന സ്ഥലത്തുള്ള കാപ്പാട്ടുകാവിൻ്റെ കുളമാണ്. അച്ഛനാണ് ഇവനെ നീന്താൻ പഠിപ്പിക്കുന്നത്. നീന്താൻ അറിയാത്തത് കൊണ്ടും ഭയങ്കര പേടിയായതുകൊണ്ടും ട്യൂബ് അതുപോലുള്ള മിക്ക സാധനങ്ങളും കയറ്റിയാണ് വെള്ളത്തിലിറങ്ങിയത്. കാല് വെള്ളത്തിലോട്ടേക്കിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പരാക്രമങ്ങൾ ഇങ്ങനെ നോക്കി നിന്നോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. എനിക്ക് ഫ്രീ ആയിട്ട് നല്ല പെഡിക്യൂറൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ എനിക്ക് ടൈം പാസ്സായി. അങ്ങനെ ഓണവും കഴിഞ്ഞ് തിരിച്ചു പോകാം എന്നുള്ള തീരുമാനത്തിൽ കാത്തിരുന്ന് ഓണം ഇങ്ങെത്തി. രാവിലെ കുളിച്ച് സെറ്റ് സാരിയൊക്കെ എടുത്ത് ഓണപ്പൂക്കളമൊക്കെ ഇട്ട്, സത്യത്തിൽ നാട്ടിലായിരിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. ദുബായിലാണെങ്കിൽ ആരാ കാണേണ്ടത്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഒരുങ്ങത്തൊന്നുമില്ല. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തെ പാർക്കാണ്. നമ്മുടെ മിക്ക ഇവൻസും നമ്മൾ എവിടെ പോകാൻ ഇറങ്ങുമ്പോഴും ഫോട്ടോഷൂട്ടെല്ലാം നടത്തുന്നത് ഈ പാർക്കിലാണ്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കോവിഡ് സമയത്ത് എല്ലാവരുടെയും ജോലി പോയി വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ തോന്നി നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ പാർക്ക്. ഇത് കണ്ടിട്ട് നോക്കാത്തവരും അഭിപ്രായം പറയാത്തവരുമായിട്ട് ആരുമില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു. കോലായിൽ വരുമ്പോൾ തന്നെ ഈ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. ഇപ്പോൾ കാണുന്നത് പോലെയല്ല, അന്ന് ഇതിലും മനോഹരമായിരുന്നു. ഇതാക്കിയിട്ട് ഇപ്പോൾ 5 വർഷം ആയിരിക്കുന്നു. ഇപ്പോൾ നോക്കാനും പരിചരിക്കാനും ഒന്നും ഇതിൻ്റെ മെയിനായിട്ടുള്ള ആളുകളുടെ കൈകളില്ലല്ലോ. അത് ഞാൻ തന്നെയാണ് ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതും പരിപാലിച്ചതുമൊക്കെ ഞാൻ തന്നെയാണ് മെയിനായിട്ട്. ഇപ്പോഴിങ്ങനെ നോക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആയി. പിന്നെ ഓണത്തിൻ്റെ കുറച്ച് ഫാമിലി സ്റ്റിൽ ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യാം. മെയിനായിട്ടുള്ള ആളുകളുടെ കൈകളില്ലല്ലോ. അത് ഞാൻ തന്നെയാണ് ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതും പരിപാലിച്ചതുമൊക്കെ ഞാൻ തന്നെയാണ് മെയിനായിട്ട്. ഇപ്പോഴിങ്ങനെ നോക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആയി. പിന്നെ ഓണത്തിൻ്റെ കുറച്ച് ഫാമിലി സ്റ്റിൽ ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യാം. അങ്ങനെ അന്ന് ഓണസദ്യ നമ്മൾ തന്നെ കഴിച്ചു. അങ്ങനെ 2025 ഓണം അടിപൊളിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ദുബായിലേക്ക് പോകാനുള്ള ദിവസവും എത്തി. അങ്ങനെ നമ്മൾ ദുബായിലേക്ക് മടങ്ങി.